കഴിഞ്ഞ 2 ദിവസമായിട്ട് പൂർണ്ണമായും ഈ പൊട്ടിത്തെറി നടന്ന ഏകദേശം ഏക്കർ കണക്കിന് വരുന്ന സ്ഥലത്ത് പോലീസ് ഏകദേശം 300-ൽ കൂടുതൽ പോലീസുകാർ വ്യത്യസ്ത ടീമുകളായി പ്രത്യേക സോണുകളായി തിരിച്ച് തുടർച്ചയായി തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, പൊട്ടിത്തെറി നടന്ന അന്നും ഇന്നലെയും ഇന്നും പൂർണ്ണമായി തെരച്ചിൽ തുടരുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടിപ്പോൾ ഒരു മണിക്കൂർ മുമ്പാണ് ഒരു തല തിരിച്ചറിയാൻ പാകത്തിന് അല്ലെങ്കിൽ തിരിച്ചറിയാൻ കഴിയുന്ന നിലയിൽ ലഭിക്കുകയുണ്ടായി. അത് ഇപ്പോൾ കാണാതെയായ നമ്പറുകളിൽപ്പെട്ട ഒരാളാണ് എന്ന് ഏകദേശം ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ വരുമ്പോൾ ഇന്നലെ വരെ 9 മരണങ്ങളാണ് നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിരുന്നത്. ആ 9 മരണങ്ങൾ പ്രത്യേകിച്ച് തുടർന്ന് ഏകദേശം 32ഓളം ശരീരഭാഗങ്ങൾ ഉണ്ടായിരുന്നു. കാണുന്നില്ല എന്ന നിലയിൽ 4 പേരുണ്ടായിരുന്നു. ആ 4 പേരുടെയും DNA ടെസ്റ്റിന് ഈ ശരീരഭാഗങ്ങൾ വിധേയമാക്കി തുടർന്ന് അതിൻ്റെ റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് ലഭിച്ചത് ഈ 4 പേരിൽ ഒരാളുടേതാണ് എന്ന് കൃത്യമായി വ്യക്തമായിട്ടുണ്ട്. അത് ഔപചാരിക അല്ലെങ്കിൽ അത് അനൗൺസ് ചെയ്യുന്നതിന് മുമ്പ് ആ DNA കൂടി ഒന്ന് പരിശോധിക്കണം എന്ന നിർദ്ദേശത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അവരുടെ ബന്ധുക്കളും മറ്റൊക്കെ തന്നെ വരുന്നുണ്ട്. മുണ്ടത്തിക്കോട് ഈ സംഭവം നടന്ന ഉടനെ ഈ പ്രദേശത്ത് നിന്നുള്ള പൊതുപ്രവർത്തകർ ഒട്ടേറെ ആളുകൾ വിളിക്കുകയുണ്ടായി. ഉടനെ തന്നെ ജില്ലാ കളക്ടർ, കമ്മീഷണർ, വടക്കാഞ്ചേരി പോലീസ്, അതുപോലെ തന്നെ ഫയർഫോഴ്സ് ഉൾപ്പെടെയുള്ള തഹസിൽദാർ ഉൾപ്പെടെയുള്ള എല്ലാവരെയും ഈ വിവരങ്ങൾ ഇവിടേക്കുള്ള യാത്രാമധ്യേ അറിയിക്കുകയായിരുന്നു. 4 മണിയോട് കൂടി തന്നെ ഇവിടെ എത്തിച്ചേർന്നു. അപ്പോഴേക്കും നമുക്കറിയാം, ഇവിടേക്ക് ഫയർഫോഴ്സ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ കടന്നു വരുന്നതിനുള്ള വഴിയൊരുക്കുന്ന ഇടപെടലുകൾ നടത്തി. തീ അണയ്ക്കാൻ വേണ്ടിയുള്ള വലിയ പരിശ്രമം, അതുമായി ബന്ധപ്പെട്ട ഒരു ഇടപെടലുകൾ എല്ലാവരും സ്ഥലത്തെത്തുന്ന നിലയുണ്ടായി. വലിയ ശ്രമകരമായ ഇടപെടലിൻ്റെ ഭാഗമായിട്ടാണ് തീ അണയ്ക്കാൻ കഴിഞ്ഞത്. ഏകദേശം 2 മണിക്കൂർ സമയം വ്യത്യസ്ത നിലയിൽ ഇവിടെ പൊട്ടിക്കൊണ്ടിരുന്നിരുന്നു. അപ്പോൾ ആ നിലയിലുള്ള ഒരു പ്രവർത്തനത്തിനിടയിലാണ് ഇവിടെ ലൈറ്റ്, ഇപ്പോൾ ഫയർഫോഴ്സിൻ്റെ ലൈറ്റിന് പുറമെ ഇവിടുത്തെ നാട്ടുകാരെ കൂടി സഹായത്തോടു കൂടി നമ്മുടെ മൈക്ക് സെറ്റ്, അതുപോലെ തന്നെ ലൈറ്റ് ഓപ്പറേറ്റേഴ്സിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ലൈറ്റും സംവിധാനങ്ങളും ഉണ്ടാക്കി തുടർച്ചയായ തെരച്ചിൽ പ്രവർത്തനങ്ങൾ നടക്കുകയായിരുന്നു. ഇപ്പോൾ തെരച്ചിൽ അവസാനിപ്പിച്ചു എന്ന് പറയാറായിട്ടില്ല. നാളെയും അത് വ്യത്യസ്ത അളവിൽ തുടരും എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ ICUവിൽ പ്രത്യേകിച്ച് വെൻറ്റിലേറ്ററിൽ 2 പേരുണ്ട്, ICUവിൽ 2 പേരുണ്ട്. 4 പേര് ആ നിലയിൽ ബേൺസ് ICUവിൽ അല്ലെങ്കിൽ യൂണിറ്റിനകത്തുണ്ട്. നേരത്തെ പറഞ്ഞ നമ്പർ ഇവിടെ 32ഓളം ശരീരഭാഗങ്ങൾ പരിശോധനാ വിധേയമാക്കേണ്ടതുണ്ട്. കടാവർ ഡോഗ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ശാസ്ത്രീയമായ പരിശോധനയും ശക്തമായ പോലീസിൻ്റെ മാൻ പവർ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനയിലുമാണ് മറ്റ് പലതും നമുക്ക് കണ്ടെത്താൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. തീർച്ചയായും മുണ്ടത്തിക്കോട് ഒരു സങ്കടകരമായ ചുറ്റുവട്ടത്തുള്ള പൂരത്തിൻ്റെ വളണ്ടിയർമാരായി പ്രവർത്തിക്കുന്നവർ, പണിക്കാർ, ഇതെല്ലാം അടങ്ങുന്ന വലിയ ഒരു ദാരുണമായ സംഭവമാണ് നടന്നിട്ടുള്ളത്. പക്ഷേ അതിവേഗത്തിൽ ജില്ലാ ഭരണകൂടവും ഗവൺമെൻറ്റും ഇവിടെ എല്ലാ മന്ത്രിമാരും എത്തിച്ചേർന്നു. അതുപോലെ തന്നെ MLA-മാർ, MP-മാർ, ഞാൻ ഓരോരുത്തരുടെയും പേര് ആവർത്തിക്കുന്നില്ല, വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാർ
എല്ലാവരും ഒരേ മനസ്സായി ഈ ദുരിതാശ്വാസ പ്രവർത്തനത്തിൽ പങ്കെടുക്കുകയാണ്, അല്ലെങ്കിൽ ഈ വലിയ ദുരന്തത്തെ നേരിടുന്ന പ്രവർത്തനത്തിൽ പങ്കെടുക്കുകയാണ് ഉണ്ടായത്. ഇപ്പോൾ ഇവിടെ വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റി അപകടം നടന്ന പ്രദേശത്ത് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഇടപെടലും രാത്രിയിൽ തന്നെ പോസ്റ്റ്മോർട്ടം ആരംഭിക്കാൻ കഴിയത്തക്ക രീതിയിലുള്ള സജ്ജീകരണങ്ങളുമായി അവണൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ ഇടപെടലുകൾ മെഡിക്കൽ കോളേജിലും അതുപോലെ തന്നെ മോർച്ചറിയിലും ഒരേ നിലയിൽ നമുക്ക് നിലനിർത്താനായിട്ടുണ്ട്. ഒപ്പം തന്നെ മെഡിക്കൽ കോളേജിൽ സംഭവം നടന്ന ഉടനെ തന്നെ മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിനെയും ഡെപ്യൂട്ടി സൂപ്രണ്ടിനെയും പ്രിൻസിപ്പാളെയൊക്കെ തന്നെ വിളിച്ച് അവിടെ നമ്മുടെ കാഷ്വാലിറ്റി സംവിധാനങ്ങളിൽ തിരിച്ചു പോയ ജീവനക്കാരെ ഉൾപ്പെടെ തിരിച്ചു വിളിച്ചുകൊണ്ട് വലിയൊരു ഇടപെടലാണ് ചെറിയ സമയം കൊണ്ട് നമുക്ക് നടത്താൻ കഴിഞ്ഞത്. അപ്പോൾ എത്തിച്ചേർന്ന പരിക്ക് പറ്റിയ എല്ലാവരെയും തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ തന്നെ ആവശ്യമായ പരിചരണം നൽകുന്നതിനും രക്ഷിക്കാൻ കഴിയുന്ന എല്ലാവരെയും രക്ഷിക്കുന്നതിനും വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിനാവശ്യമായ രീതിയിൽ പാലക്കാട്, എറണാകുളം, തിരുവനന്തപുരം ഇവിടെ നിന്നെല്ലാം തന്നെ മെഡിക്കൽ ടീമിനെ പ്രത്യേകിച്ച് പ്ലാസ്റ്റിക് സർജറിയിലും അതുപോലെ തന്നെ തീപ്പൊള്ളലേറ്റാൽ നടത്തേണ്ട ഇടപെടലുകളിലൊക്കെ തന്നെ പ്രാവീണ്യമുള്ളവരെ ഒക്കെ തന്നെ ഇവിടേക്ക് എത്തിക്കുകയും ആ രീതിയിലുള്ള പ്രവർത്തനങ്ങളും ഇടപെടലുകളെല്ലാം തന്നെ ഈ നിലയിൽ. അപ്പോൾ മെഡിക്കൽ കോളേജിലെ പ്രവർത്തനങ്ങൾ, ഈ പറഞ്ഞ സംഗതികൾ, പോലീസ്, ഫയർഫോഴ്സ്, ക്യൂബ സെറ്റ് എല്ലാവരും ആ നിലയിലുള്ള വലിയ പ്രവർത്തനമാണ്. എല്ലാ വകുപ്പുകളും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കോർഡിനേഷൻ നിർവഹിക്കാൻ വേണ്ടി കഴിഞ്ഞു. ഈ നിലയിലുള്ള ഇടപെടലുകളിലൂടെ നമുക്ക് ആഘാതം കുറച്ചു കൊണ്ടുവരാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. തുടർന്നും ഇവിടെ പോലീസ് ഗാർഡ് നിലനിർത്തിക്കൊണ്ട് നാളെയും പരിശോധന തുടരും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. നാടൊട്ടുക്ക് ഈ പ്രതിരോധ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഈ ദുരന്തത്തെ നേരിടുന്നതിന് വേണ്ടി സന്നദ്ധമായി. ചുറ്റുവട്ടത്തും ഒട്ടേറെ വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഓട് വീടുകൾ പൂർണ്ണമായി തകർന്നവയുണ്ട്. അപ്പോൾ അവർക്കുൾപ്പെടെ ധനസഹായം ലഭിക്കുന്നതിന് സഹായകരമായ രീതിയിൽ മുനിസിപ്പാലിറ്റിയുടെ എഞ്ചിനീയറിംഗ് വിങ്ങും വില്ലേജ് ഓഫീസിൻ്റെ റവന്യൂ വിങ്ങും സംയുക്തമായ പരിശോധന നടത്തുന്നതിനും അതുമായി ബന്ധപ്പെട്ട പരിശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. ഗവൺമെൻറ് പ്രത്യേക മന്ത്രിസഭാ യോഗം ചേർന്നുകൊണ്ട് തന്നെ ആശ്വാസ നടപടികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ നിലയിൽ എല്ലാ സംവിധാനവും ഇത്തരമൊരു ദുരന്തത്തെ നേരിടുന്നതിന് വേണ്ടി ഇടപെട്ടിട്ടുണ്ട്. എല്ലാ ജനപ്രതിനിധികളും അതുപോലെ തന്നെ മറ്റ് പൊതുപ്രവർത്തകരും എല്ലാവരും ഓടിയെത്തുകയും ആ രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്ക് സന്നദ്ധരാവുകയും ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം കോർഡിനേറ്റ് ചെയ്യാൻ ആ നിലയിൽ ശ്രമിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നടന്നിട്ടുണ്ട് എന്നാണ് സൂചിപ്പിക്കാറുള്ളത്. കല്യാൺ ഹൈപ്പർ മാർക്കറ്റിലെ എല്ലാ ബ്രാൻഡഡ് പ്രൊഡക്ട്സിനും നല്ല വില കുറവാണ്. അതിനിപ്പോ സീസൺ ആണെന്നോ വീക്കെൻഡ് ആണെന്നോ നിർബന്ധമില്ല. പിന്നെ ഇത് പിശുക്കല്ല, ഇതിന്റെ പേരാണ് സേവിങ്സ്. ബ്രില്യന്റ്. അതാണ് ചായ കുടിക്കും. വില ശരിക്കും കുറവാണ്. അതാണ് കല്യാൺ ഹൈപ്പർ മാർക്കറ്റിന്റെയും കല്യാൺ എക്സ്പ്രസ് മാർട്ടിന്റെയും ഗ്യാരണ്ടി.